ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ട പൂഞ്ചോലയിൽ നിന്ന്, അതായത് ഷാഫിയുടെ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ പൂക്കോട് ലേക്കിലേക്ക് വന്നു. കാർ പാർക്കിങ്ങിൽ നിന്ന് ഇറങ്ങി പൂക്കോട് ലേക്കിലേക്ക് നടക്കുകയാണ്. കാർ പാർക്കിങ്ങിൽ നിന്ന് 300 മീറ്ററാണുള്ളത്. ഈ കാണുന്ന വഴിയിലൂടെയാണ് താഴേക്ക് പോകേണ്ടത്. ഞാൻ സുനിൽ മാത്യു, ലെൻസ് ഓഫ് മിൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ ഉള്ളത് വയനാട്ടിലെ പൂക്കോട് ലേക്കിന് മുൻപിലാണ്. ഇത് വയനാട്ടിലെ ഞങ്ങളുടെ വയനാട് സീരീസിൻ്റെ ലാസ്റ്റ് എപ്പിസോഡാണ്. അപ്പോൾ നമുക്ക് ഈ ശുദ്ധജല തടാകത്തിൻ്റെ വിശേഷങ്ങൾ കാണാം. അതേപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ അതിൻ്റെ കൂട്ടത്തിൽ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോകൾക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും. അപ്പോൾ നമുക്ക് പൂക്കോട് ലേക്കിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇതാണ് നമ്മൾ ലേക്ക്, പൂക്കോട് ലേക്ക്. ഇവിടെ ഈ പെഡൽ ബോട്ടുകൾ കുറേ കിടപ്പുണ്ട്. പെഡൽ ബോട്ട് മാത്രമാണ് ഉള്ളതെന്ന് തോന്നുന്നു, സ്പീഡ് ബോട്ടില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു ഫുട്പാത്ത് പോലെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ലേക്കിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ലേക്കിന് ചുറ്റിനും ഇതേപോലുള്ളൊരു നടപ്പാതയുണ്ട്. ഇതിൽ കൂടെ സൈക്ലിങ്ങും പോകുന്നതെന്ന്, സൈക്കിൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റില്ലെന്ന് എനിക്കറിയത്തില്ല. ഈ കൊടൈക്കനാലിലൊക്കെ ഉള്ള പോലെ, പക്ഷെ അത്രയും വലിയ ലേക്കല്ല, ഇത് ചെറിയ ലേക്കാണ്. ഇങ്ങനെ നടന്ന് ഈ ലേക്കിന് വലം വെച്ച് ചുറ്റിനും, അതായത് ഈ ലേക്ക് മൊത്തത്തിൽ ചുറ്റിക്കറങ്ങി തിരിച്ച് നമുക്ക് ഇതേ സ്പോട്ടിൽ വരാം. ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. വെള്ളമൊന്നും അത്ര വൃത്തിയായിട്ട് തോന്നുന്നില്ല, പക്ഷേ ഈ ലേക്ക് ശുദ്ധജല തടാകമാണ്. ഇത് നാച്ചുറലാണ്, പ്രകൃതിദത്തമായിട്ടുള്ള ലേക്കാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 770 മീറ്ററാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഹൈറ്റിലുള്ള ഒരു, കേരളത്തിലെ ഏറ്റവും ഹൈറ്റിലുള്ള ഒരു ഏറ്റവും ചെറുതുമായ തടാകമാണിത്. പിന്നെ പെഡൽ ബോട്ടിംഗ് ആണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഇന്നലെ ബാണാസുര അണക്കെട്ടിൽ കണ്ട പോലെ സ്പീഡ് ബോട്ടും പരിപാടിയൊന്നും ഇല്ല ഇവിടെ. പെഡൽ ബോട്ടാണ്. ചെറിയൊരു ലേക്കാണ്, വെറുതെ ഒരു രസത്തിന് വന്ന് ഇങ്ങനെ കൂടിയിരിക്കാം. പക്ഷെ അവിടെ ആ ഭാഗത്തൊക്കെ നല്ല രസമുണ്ടെന്ന് തോന്നുന്നു. പോയി നോക്കാം നമുക്ക്. ഒരു ഫോട്ടോയ്ക്കുള്ള സ്കോപ്പ് ഇല്ലെന്ന് തോന്നുന്നു, പോയി നോക്കിയാലേ അറിയുള്ളൂ. ഇത് തന്നെ ആയിരിക്കും അപ്പുറത്ത്. അവിടെ ചെല്ലുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ ആ ഭംഗി അല്ലേ. എന്തായാലും വന്നതിൻ്റെ ഒന്നുമില്ല. അയ്യോ, എന്താ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ വെറുതെ ഒരു ടൈം പാസിനും കൊണ്ട് കയറി വരാൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ പൂക്കോട്ടിലേക്കൊന്ന് സന്ദർശിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതിൽ പിടിച്ച് കിടക്കുകയാണ്. അതിനകത്തൊരു പ്രത്യേക ഭംഗിയൊന്നും കാണില്ല. പെഡൽ ബോട്ട് ഉണ്ടോ? പ്രത്യേകത ചോദിച്ചാൽ ഒന്നുമില്ല. ഈ ലേക്കിൻ്റെ ചുറ്റോട് ചുറ്റും നടക്കാം. കാരണം തടാകം കാണാൻ ഇത് മുഴുവൻ വെട്ടിത്തെളിക്കാത്തതുകൊണ്ടാണോ എന്നറിയില്ല, അതോ ഇങ്ങനെ തന്നെയാണോ എന്നറിയില്ല. നടന്നു പോയാൽ ഈ കാട്ടിൽ കൂടെ പോകുന്നതായിട്ടൊരു ഫീൽ, അത്രേ ഉള്ളൂ. ആ ചിലപ്പോൾ ഇവിടെ ഒരു പൂക്കൾ ഒരു സ്റ്റില്ലെടുക്കാനുള്ള വകുപ്പുണ്ടോ? പൂക്കോട്ട് തടാകം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ യെസ്, ഒന്നുമില്ല, വെറുതെ ഒരു പൂക്കോട്ട് തടാകം മാത്രമേ ഉള്ളൂ. ഈ പുല്ല് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നമുക്ക് പോയി കളറാക്കി
പൂക്കോട് ലേക്കിൻ്റെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ കുറച്ച് ഒന്നുമില്ല, പക്ഷെ നമ്മളൊരു ഫിൽറ്ററൊക്കെ ഇട്ടൊരു ഫോട്ടോ എടുത്ത് കുഴപ്പമില്ലായിരിക്കും, ഒരു പനോറമിക് വ്യൂ ആക്കി മാറ്റത്. അതേ ഉള്ളൂ ഇവിടെ വന്നിട്ടുള്ളൊരു ഗുണം. പക്ഷേ നമ്മളിന്ന് കാലത്ത് അടിപൊളി സംഭവം കണ്ടില്ലേ നിങ്ങൾ, അത് കിടിലൻ ആണ്. ഇത് ഈ പൂക്കോട് ലേക്കോടുകൂടി നമ്മുടെ വയനാട്ടിലെ, കാരണം ബാക്കി ഉള്ള കാര്യങ്ങളൊന്നും തുറന്നിട്ടില്ല. നമ്മൾ ശ്രമിച്ചൊന്നും നല്ല ലേക്കുകളോ അങ്ങനെയൊന്നും തുറന്നിട്ടില്ല. പിന്നെ ഉള്ളുകളിലോട്ട് കുറുവാദ്വീപ് അങ്ങനെയുള്ളതൊന്നും പോകാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ ഈ വയനാട്ടിലേക്കുള്ള യാത്രയുടെ ഈ പൂക്കോട് ലേക്കോട് കൂടി അവസാനിക്കുകയാണ്. അടുത്തൊരു വയനാട്ടിൽ ഇനി വരുമായിരിക്കും, പക്ഷേ നല്ല വൃത്തിയായിട്ട് നല്ല കുറച്ചും കൂടെയൊക്കെ നന്നായിട്ട് വ്ളോഗ് ചെയ്യണമെന്നോ നല്ല നന്നായിട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ, ഇപ്പം നമ്മൾ എല്ലാം തുറന്നു എന്ന് പറയുന്നതിൽ ഒന്നും തുറന്നിട്ടില്ല, ചെറിയ ഇതുകളൊക്കെ തുറന്നിട്ടുള്ളൂ. പൂക്കോട് ലേക്കിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോന്നു. റോഡിൽ കുറച്ച് കുരങ്ങന്മാരിരിപ്പുണ്ട്. അവിടുന്ന് ഞങ്ങൾ വണ്ടി എടുത്ത് നേരെ നമ്മൾ സ്ഥിരം സ്റ്റേ ചെയ്യുന്ന എടക്കൽ കേവിൻ്റെ പാർക്കിങ് സ്ഥലത്തേക്കാണ്. നിങ്ങൾക്കൊക്കെ അറിയാലും, മുൻ എപ്പിസോഡ് കണ്ടവർക്കൊക്കെ അറിയാം, ആ പാർക്കിങ്ങിലാണ് നമ്മൾ ഇത്രയും ദിവസവും സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പൂക്കോടുന്ന് എടക്കൽ വരെ വരുന്നത് നല്ല ടൈമായി, ഇരുട്ടായി തുടങ്ങി ഇവിടെ എത്തിയപ്പോഴത്തേക്കും. അതുപോലെ ഞങ്ങൾ എല്ലാം അടുക്കി പറക്കി വണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്ത് ഫുഡ് ഉണ്ടാക്കി കഴിച്ചു. അങ്ങനെ ഞങ്ങൾ കുറേ ലേറ്റായി. പിന്നെ വന്നത് പൂക്കോടിലേക്ക് എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ എടക്കൽ വന്നപ്പോഴത്തേക്കും കുറേ ലേറ്റായിപ്പോയി. ഞങ്ങൾ എന്നിട്ട് പെട്ടെന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ ഏകദേശം ഒരുപാട് ലേറ്റായി, ഒക്കെ അടുക്കി പറക്കി വെച്ച് ഇവിടെ കിടന്നു. ഇന്ന് നമ്മൾ വയനാട്ടിലെ ഇന്നത്തെ ഇത് അവസാനിപ്പിക്കുകയാണ്. വയനാട്ടിലെ അവസാനത്തെ ലാസ്റ്റ് വീഡിയോ ആണ്, ലാസ്റ്റ് നൈറ്റാണത്. രാവിലെ നേരത്തെ എഴുന്നേറ്റ് അബു എന്തോ കാപ്പി എന്തോ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. പെട്ടെന്ന്, കാരണം ഇന്നത്തെ ഇനിയും പരിപാടികളൊന്നും ഇല്ലാത്ത കാരണം പെട്ടെന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തിരിച്ചു പോകാനാണ് ഐഡിയ. അങ്ങനെ ഞാൻ ബ്രെഡൊക്കെ ഇത് ചെയ്ത് ബ്രെഡും ഓംലേറ്റും കൂടെ ഉണ്ടാക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സംഭവങ്ങളൊക്കെ നോക്കി. വണ്ടിയെല്ലാം കുറേ ദിവസത്തെ ഞാൻ പറയാം ഒരു 5-6 ദിവസത്തെ എത്രയോ ദിവസത്തെ ആണ് വണ്ടി. എന്നും നമ്മൾ ഈ വാൻ ലൈഫിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ എപ്പോഴും വണ്ടികൾ ഇങ്ങനെ അലങ്കോലപ്പെട്ടു പോകും. നമ്മൾ ഒരു രാത്രി കിടന്നു കഴിഞ്ഞാൽ വീട് പോലെ അല്ലല്ലോ, ഒരു ചെറിയ സ്പേസല്ലല്ലോ, അലങ്കോലപ്പെട്ടു പോകും. അപ്പോൾ എപ്പോഴും വണ്ടി ശരിയാക്കലും വൃത്തിയാക്കലും അതൊരു വലിയ ഹെവി ജോലിയാണ്. വൈകുന്നേരം ഫുഡ് ഉണ്ടാക്കുക, ഇത് വണ്ടികൾ എല്ലാം അടുക്കി പറക്കി വെക്കുക. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ അവിടെ ഇരുന്ന് ആരുമില്ല, കാരണം അന്ന് ഒരു മനുഷ്യനില്ലെന്ന് തോന്നുന്നു, കാരണം അവിടെ എടക്കൽ കേവൊന്നും തുറന്നില്ല, അതുകൊണ്ട് ആരും വന്നു തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് വിശാലമായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ പതുക്കെ കഴിച്ച് നേരെ മണ്ണാർക്കാടേക്ക് ഫാസ്റ്റായിട്ട് എല്ലാം അടുക്കി പറക്കി വെച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തു നേരെ മണ്ണാർക്കാടേക്ക് പോരുകയാണ്. അങ്ങനെ വയനാട്ടിൽ ഗുഡ് ബൈ പറഞ്ഞ് ചുരം വീണ്ടും താമരശ്ശേരി ചുരം ഇറങ്ങുകയാണ്. വിസിറ്റ് എഗെയിൻ കണ്ടോ, ആ ബോർഡ് കണ്ടോ. പക്ഷേ നമുക്ക് അങ്ങോട്ട് പോയപ്പോൾ ഇങ്ങോട്ട് പോയപ്പോൾ ഈ ലക്കിടി വ്യൂ പോയിൻറ്റിൽ നിന്ന് താഴേക്കൊന്ന് നോക്കാനോ താഴേക്കൊരു ഫോട്ടോ എടുക്കാനോ സാധിച്ചില്ല. കാരണം അവിടെ അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക, അവിടെ വണ്ടി നിർത്താനും ആൾക്കാർ നിർക്കാനും പാടില്ല. കണ്ടത് നിങ്ങൾ കണ്ടില്ല, അവിടെ ഒന്നുമില്ല. പിന്നെ തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ ഒരു മൂടലും മഞ്ഞ് പോലെ ആയിരുന്നു. പക്ഷെ അങ്ങോട്ട് പോയപ്പോൾ നല്ലൊരു സ്ഥലമുണ്ട്, പക്ഷെ അപ്പോൾ സമ്മതിച്ചില്ല, ആരും അവിടെ നിർത്താൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ആ ലക്കിടി വ്യൂ പോയിൻ്റ് അങ്ങനെ കിടക്കുകയാണ്. നമുക്കൊരു കാണാനും പറ്റിയില്ല. അതങ്ങനെ പോയിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു.
പക്ഷേ വീതിയായാലും ഇതാണ് നമ്മളെ മുകളിൽ നിന്നുള്ള വീന്ന് കാണുന്നത്. ഇതാണ് അതാകണ്ടല്ലേ അതിന്റെ ഏറ്റവും ടോപ്പിലല്ലേ. നല്ല വ്യൂ ആണ്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ആവള എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു പ്രത്യേകതരം പൂക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വയലറ്റ് കളറിലുള്ള ചെറിയ പൂക്കൾ വിരിഞ്ഞ്, അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നതാണ് ഞാനും. അപ്പോൾ കൂടി വെച്ചാൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൻ്റെ അവിടെ നിന്ന് കട്ടായി പിന്നെ എങ്ങനെയാണ് ഇവിടെ എത്തിയെന്ന്. അത് ഞങ്ങൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് ഞങ്ങൾ വയനാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എൻ്റെ ഒരു വലിയൊരു ലെൻസ് 100-400 വിറ്റിട്ട് എനിക്കൊരു GoPro 9 ഇതിൻ്റെ മൈക്ക് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വാങ്ങിക്കാൻ പോയപ്പോഴാണ് കോഴിക്കോട് നിന്ന് ആവളയിൽ ഇങ്ങനെ പൂക്കളുണ്ടെന്നും, അപ്പോൾ എന്തായാലും ഞങ്ങൾ മണ്ണാർക്കാടേക്ക് വരുവാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കോഴിക്കോട് ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ ആവള എന്ന് പറഞ്ഞ് ഇത് ഈ സ്ഥലത്ത് ഞങ്ങൾ എത്തി. അപ്പോൾ നമ്മൾ വിചാരിച്ച ഒരു പൂപ്പാടമാണെന്ന് വിചാരിച്ചു. പക്ഷേ ഇതെന്താ സംഭവം, ഒരു തോട്ടിലൂടെ പൂക്കൾ വരുന്ന ഒരു അല്ലേ സീനാണത്. അതെ. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് പൂക്കൾ തോട്ടിലാണിത്, അല്ലാതെ പാടത്തിലൊന്നുമില്ല. തോട്ടിൽ വളരെ കുഞ്ഞു പൂക്കളാണ്. ഇതിൻ്റെ പേര് ചല്ലിപ്പൂക്കൾ എന്നാണ് നാട്ടുകാർ പറയണത് അല്ലേ. ചെല്ലിപ്പൂ എന്നാണ് ഇത് പറയുന്നത്. അപ്പം അവർക്കിത് വലിയ പുതുമൊന്നുമില്ല. അവിടെ പൊതുവെ കാണുന്നൊരു പൂക്കൾ തന്നെയാണിത്. ഇവിടെ 3 വർഷത്തോടു കൂടി ഇത് വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്തോ സംഭവം, എനിക്കൊന്ന് ആരോ ഇതെടുത്തൊരു ഫോട്ടോ എടുത്തിട്ട് ഇത് വൈറലായി ഈ പൂക്കൾ. പക്ഷേ ഇതിൻ്റെ ഞാൻ പറയാം അതിൻ്റെ ആ തുടക്കത്തിൽ നിന്നൊരു 30 മീറ്റർ അല്ലടോ, ഒരു 30 മീറ്റർ ഉണ്ടാവും ഈ ശരിക്കുള്ള പൂക്കൾ. അത് കഴിഞ്ഞിട്ട് പൂക്കൾ കുറവാണ്. ഈ ഭാഗത്തൊന്നും പൂക്കൾ കുറവാണ്. കുറേ മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ പൂക്കൾ കുറവാണ്. തുടക്കത്തിൽ മാത്രമേ പൂക്കൾ കൂടുതലുള്ളൂ, കുറേ അങ്ങോട്ട് പോകുന്നവരും പൂക്കൾ കുറവാണ്. അതേപോലെ തന്നെ കുറച്ച് കുട്ടികളവിടെ ആമ്പൽപ്പൂ പറിക്കുന്നുണ്ട്. കുറേ ദൂരമുള്ള ഇത് എത്ര ഇതായെന്നറിയോ ഇത് ഈ സംഭവം ഉണ്ടായിട്ട്? നിങ്ങൾ എത്ര ഏത് ഭാഗത്തുള്ളവരാ? വേളാണ്. അവർ അവിടുത്തെ കുറച്ച് ആ ഭാഗത്ത് കുറച്ച് ദൂരമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടൊന്നും അതിനെക്കുറിച്ച് അറിയത്തില്ല. പക്ഷേ ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ എല്ലാം ഒരു 3 വർഷത്തോളമായി ഉണ്ടാകാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഇപ്പോൾ ഈ പൂക്കൾ കൂടുതലും ഈ വർഷമാണ് കാണുന്നത്. പിന്നെ കൊറോണ ഒക്കെ ആയത് കാരണം ആൾക്കാർ ഒന്നും കാണാനില്ലാത്തൊരു സംഭവം ആയതുകൊണ്ട് ഇത് കാണുന്നതുകൊണ്ട് ഒരുപാട് ജനങ്ങൾ, ഇഷ്ടം പോലെ ജനങ്ങൾ, അതേപോലെ തന്നെ ഈ വീഡിയോ ഫോട്ടോഷൂട്ട് കല്യാണത്തിൻ്റെ ഇതൊക്കെ ആയിട്ട് ഒരുപാട് ജനമാണ് അവിടെ. പക്ഷേ എന്താ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 11 മണി കഴിയുമ്പോൾ ഇത് വിരിയുള്ളൂ. ശരിക്കും നട്ടുച്ച വെയിലാണ് നമ്മളിത് അവിടെ എത്തി. കാരണം അവിടെ ഞങ്ങൾ അവിടെ എത്തി ഒരു 11:30, ഒരു പച്ചവെള്ളം പോലും കുടിക്കാൻ കിട്ടത്തില്ല. അവിടെ ഒരു കടകളോ ഒന്നുമില്ല. അതിൻ്റെ ഒരു കുഴപ്പമാണ് അവിടെ ഉള്ളത്. പക്ഷെ നിറയെ ആളുകളുണ്ട്. എവിടെ നിന്നൊക്കെ വരുന്നതോ, അത്രയും ഭംഗിയാണിത്. ഈ പൂക്കളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ അവിടെ ഒരാൾ പറഞ്ഞത് ഇത് എന്നും ഇവിടെ വിരിയാറുണ്ട്. പക്ഷേ ഇത് കൊല്ലം വൃത്തിയാക്കാറുണ്ട്, അങ്ങനെ പറഞ്ഞല്ലേ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തിയാക്കാന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ, ഈ പൂക്കളും ഇതൊരു പായൽ പോലൊരു സംഭവമാണ്. മുകളിൽ പോവുകയാണെങ്കിൽ അടിയിൽ നിറഞ്ഞ് ഇലകളാണ്. അതിൻ്റെ ഞാനത് കുറച്ച് ഇതിനകത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനത് കാണിക്കുമ്പം പറയാം. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ഇലകൾ പോലെ, കാരണം പുറത്ത് ചെടി വളരുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതിൻ്റെ സ്വാഭാവികമായിട്ട് ഒഴുക്ക് തടസ്സപ്പെടുകയും ഈ വെള്ളത്തിൻ്റെ ഈ കൃഷിയിലേക്കുള്ള വെള്ളമാണ് ഈ തോട്. ഈ ഒഴുക്ക് തടസ്സപ്പെടും. അതാണ് ഇതിൻ്റെ ആയിട്ടുള്ള ഉപദ്രവം. അല്ലാതെ ഇതൊരു ഒരു വിഷച്ചെടിയോ ഒന്നുമല്ല. ഇത് നമ്മൾ പണ്ട് മുതലേ നമ്മൾ കുളത്തിലൊക്കെ കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ കണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ കണ്ട് അറിയാം, നിങ്ങൾക്കറിയാം. ഇതൊരു ചെടി കണ്ടോ, ഇത് ഉള്ളിൽ തന്നെ നമ്മൾ ഒരു ചെടി കണ്ടോ, ഈ ഇലകൾ പോലെ ഒരു ചെടി പോലെയാണ് നിൽക്കുന്നത് തിക്കായിട്ട്. ഇത് വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടും. ഇത് കണ്ടവാനം തിങ്ങി നിൽക്കുന്നതുകൊണ്ട് വെള്ളത്തിൻ്റെ ഒഴുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് കൃഷിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഇതാണെന്നാണ് എൻ്റെ അവിടുത്തെ ചില ആൾക്കാരൊക്കെ പറയുന്നത്. വിഷമാണെന്നല്ല, കാരണം ഇതിനകത്ത് ഇഷ്ടംപോലെ കണ്ട മീനുകളൊക്കെ നന്നായിട്ട് ഇത് ചെയ്യുന്നു. ഇത് വർഷനെ ക്ലീൻ ചെയ്യാറുണ്ടാവില്ല. ഈ വർഷം അത് ഇവിടെ ക്ലീൻ ചെയ്തിട്ടില്ല. ഇത് കഴിയുമ്പോൾ ഈ കൃഷിയുടെ ഈ സംഭവം കഴിയുമ്പോൾ ഇവർ പഞ്ചായത്തിൽ തന്നെ ഇത് എടുത്ത് മാറ്റും. ഈ പോളകളെല്ലാം എടുത്ത് മാറ്റി കഴിയുമ്പോൾ
ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് സ്വാഭാവികമാകും, ഒന്നുമില്ല. കാരണം ഇതിനകത്ത് കണ്ടില്ല, ഇതിന് വിഷ സംഭവമാണെങ്കിൽ ഇത്രയും മീനുകളൊന്നും ഇതിനകത്ത് തോന്നുന്നു. ഇഷ്ടം പോലെ മീനുകൾ ഇതിനകത്തുണ്ട്. ഇത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഞാനത് ക്യാമറ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇറക്കി നോക്കിയതാണ്. ആ ഭാഗമാണ് ഇത് കാണുന്നത്. ആളുകൾ കൂടുതൽ വരുന്നുണ്ട് പല ഭാഗത്തു നിന്നായിട്ട്. ഇതാണ് ഇതിൻ്റെ പൂക്കളുണ്ടോ, നല്ല ഭംഗിയുണ്ട്. പക്ഷെ ലോങ് ആകുമ്പോൾ ഒക്കെ അത്ര കാണാൻ കഴിയില്ല. ഇത് കണ്ടല്ലോ, ഇത് ഞങ്ങൾ വളരെ ക്യാമറ ഇതിൻ്റെ അടുത്തൂടെ കൊണ്ടുപോയി. ഒരു ചെറിയ കുഞ്ഞു പൂവാണ്, പക്ഷേ ഈ വയലറ്റ് കളർ, ഇത് ഭയങ്കര ലക്ഷക്കണക്കിന് പൂക്കളുണ്ടാവും നമുക്ക് എണ്ണാക്കാം. അതുകൊണ്ടാണ് ഈ ഒരു പരവതാനി വിരിച്ച പോലെ കാണുന്നത്. അത് ഞങ്ങൾ ഇത് ഡ്രോണിൽ അതിൻ്റെ മുകളിലുള്ള ഷോട്ട് ഏതാണ് ഏറ്റവും ഭംഗിയായിട്ട്. കാരണം ഇത് മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഭയങ്കര. നിങ്ങൾ കാണുന്നുണ്ട് എന്തുമാത്രം ജനങ്ങൾ രണ്ട് സൈഡിൽ കൂടെ നടന്നു വരുന്നത്. നല്ല വെയിലാണ്, നല്ല വെയിലത്താണ് ഈ ആൾക്കാർ നടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. പച്ച വെള്ളം കുടിക്കാൻ കിട്ടത്തില്ല, അവിടെ ഒരു അവസ്ഥ അതാണ്. അതുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ടയേർഡായിപ്പോയി. കാരണം കുറച്ച് മണിക്കൂറേ ഉള്ളൂ. ഞങ്ങൾ വിചാരിച്ചത് ഈ ആൾക്കാരുടെ തിരക്ക് കഴിഞ്ഞ് നല്ല വൃത്തിയായിട്ട് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ ഒരു ആൾ പറഞ്ഞു ഇത് 3-3:30 ആകുമ്പോഴത്തേക്കും ഇത് വാടിപ്പോകും. ഈ കണ്ട ഈ ഇപ്പുറത്തെ പാടത്ത് ഒന്നുമില്ല. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇത് കൃഷി പാടശേഖരം. ഇതിനകത്ത് വെള്ളം കൊണ്ടുവന്ന കനാലിലാണിത്. ഈ പാടത്ത് കുറച്ച് ആമ്പലുണ്ട്, അല്ലാതെ ഈ പൂക്കളില്ല. ഈ നമ്മൾ മലരിക്കലൊക്കെ, കോട്ടയത്തെ മലരിക്കൽ ഉള്ള പോലെ ആമ്പൽപ്പൂ പാടത്തല്ല. ഇത് ശരിക്കും ഈ തോട്ടിലാണ്. ഉണ്ടോ? ഇത് നിങ്ങൾക്ക് കാണാൻ ശരിക്കും സാധിക്കും. ഇഷ്ടംപോലെ ഫോട്ടോ ഷൂട്ടിങ്ങും ഉണ്ടോ അവിടെ. അതുപോലെ ഈ വെഡ്ഡിങ്ങും ഫോട്ടോയും ഒക്കെ അവരുടെയൊക്കെ ഷൂട്ടിങ് നടക്കുന്നുണ്ട്. ഈ പടത്തുണ്ട്, ഇത് ആമ്പലാണ്. ഇത് സാധാ കൃഷി ഇറക്കുമ്പോഴത്തേക്കും അത് പോകും. അവിടെ നിന്ന് ആൾക്കാർ ആമ്പലൊക്കെ പറിക്കുന്നുണ്ട്. അതിന് മുമ്പ് കുറച്ച് മുമ്പേ ആ കുട്ടികളൊക്കെ ആമ്പൽപ്പൂവോ പറിച്ചിട്ടുണ്ടാകും. ഈ ചെല്ലിപ്പൂ എന്ന് പറയുന്ന സാധനം ആർക്കും പറിക്കാൻ പറ്റത്തില്ല. ഒരു കുഞ്ഞു പൂവാണ്. അത് പറിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ മൊത്തം ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ഇത് ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഇത്രയും ഭംഗിയായിട്ട് ഇത് കാണാൻ കഴിയുന്നത്. ചെറിയ പൂക്കളാണത്. ഇത് ലക്ഷക്കണക്കിന് പൂക്കൾ ഒരുമിച്ച് കണ്ടുകൊണ്ട് ഇത് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ഈ പൂവാണെന്നും ഇതിൻ്റെ ഒരു പരവതാനി ഒരു കാർപ്പറ്റ് ലുക്കൊക്കെ വരുന്നത്. അത് ആ തോട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഈ വയലറ്റ് കളർ വരുമ്പോൾ പുറത്ത് നിൽക്കുന്ന ഒരു വ്യൂ ഭയങ്കരമാണ് കേട്ടോ. നിങ്ങളുടെ കണ്ട ഇതിൻ്റെ ഭംഗി അതാണ്. പക്ഷെ എന്നാലും നമുക്കത് ആർക്കാണെങ്കിലും അവിടെ ചെല്ലുന്നവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന അതിനാണ് ഇത്രയും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം പോലെ ജനങ്ങളാണ് വരുന്നത്, വന്നുകൊണ്ടിരിക്കണേ. ആ പരിസരത്ത് കോഴിക്കോടൊക്കെ ഉള്ളവർക്ക് ഒന്ന് പോയി കാണാവുന്ന ഒരു സംഭവമാണ്. ഉച്ചയ്ക്ക് വെയിലത്ത് പോകണം, ഇച്ചിരി വെള്ളമൊക്കെ കരുതണം. പിന്നെ പാർക്കിംഗ് ഒന്നും അവിടെ കിട്ടത്തില്ല. കുറച്ച് ചെറിയ ബൈക്കിലൊക്കെ പോകുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല. ഇതുവരെ പോലീസ് കൺട്രോളൊന്നും അവിടെ കാണാൻ പാടില്ല എന്നൊന്നും വന്നിട്ടില്ല. സാധാരണ പോലെ അവിടെ ഒരു ഉത്സവം പോലെ ഒരു ടൂറിസ്റ്റ് ജനങ്ങൾ വന്ന് രണ്ട് സൈഡിൽ വന്ന് ഇഷ്ടംപോലെ ജനങ്ങൾ, കുടുംബവും ഫാമിലിയും ചെറുപ്പക്കാരും പെൺകുട്ടികളും ഇഷ്ടംപോലെ ചെറിയ കുട്ടികളും എല്ലാവരും വന്നത് കാണാൻ വരുന്നുണ്ട്. പക്ഷേ ഇത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്, അത് പറയാതിരിക്കാൻ വയ്യ. കാരണം ആ പൂക്കളുടെ ആ കുഞ്ഞു പൂക്കൾ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നൊരു വയലറ്റ് കളർ ഉണ്ടോ, നിങ്ങളുണ്ടോ, ഒരു പട്ട് പോലെ ഒരു പരവതാനി അവിടെ വിരിച്ച പോലെ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ നല്ല ആ വെള്ളവും ഇഷ്ടംപോലെ മീനുകളും ആ വെള്ളത്തിനുള്ളിലുണ്ട്. ഞങ്ങൾ ആ ക്യാമറ നിങ്ങൾ കുറച്ച് മുമ്പ് കഴിഞ്ഞ് കണ്ടത്. അങ്ങനെ ഞാനും അബുവും കൂടെ അവിടുന്ന് തിരിച്ചു പോരുകയാണ്. നല്ല വെയിലായി. ഇപ്പോൾ കുറച്ച് ഏകദേശം ഒരു 2-2:30-3 മണിയോളമായി. ഈ പൂക്കൾ ചെല്ലിപ്പൂക്കൾ വാടാറായി. അപ്പോൾ ഞങ്ങൾ നല്ല വെയിലാണ് തിരിച്ചു പോകുന്നത്. കണ്ടോ കണ്ടമാനം ജനങ്ങൾ കണ്ടു. ബൈക്കുകളൊക്കെ നിർത്തി രണ്ട് സൈഡിലും ഇഷ്ടംപോലെ ജനങ്ങളിത് കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഇഷ്ടംപോലെ കൂടി ആൾക്കാരവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ പാലത്തിൻ്റെ മണ്ടയിൽ നിന്ന് ഇതിനൊരു വ്യൂ ഉണ്ട് കേട്ടോ. അങ്ങനെ ചെല്ലുന്നിടത്തുണ്ട്. അതാണ് ഇത് പാലത്തിൻ്റെ മണ്ടയിൽ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. അങ്ങനെ ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ എപ്പിസോഡ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അമർത്തുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം, ബൈ ബൈ.